UDFിന്റെ മന്ത്രിസ്ഥാനം വീതം വയ്ക്കലും ലീഗ് കരുത്ത് കാട്ടി. 5 മന്ത്രിസ്ഥാനം വേണമെന്ന് പിടിച്ച പിടിയാലെ കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും ആവശ്യപ്പെട്ടു. വേറെ ഒരു സംസാരവും ഡിസ്കഷനും ഇല്ല. 5 മന്ത്രിസ്ഥാനം എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്ക് എന്ന് പറഞ്ഞു. കോൺഗ്രസ് അതേപടി ഒരക്ഷരം പോലും എതിർത്ത് പറയാതെ 5 മന്ത്രിസ്ഥാനം എടുത്ത് നീക്കി അങ്ങ് ലീഗിന് കൊടുത്തു. എന്തൊരു ഭാഗ്യവും നോക്കണേ. ഇനി ഉപമുഖ്യമന്ത്രി സ്ഥാനം കൂടിയാണ് അടുത്ത ലക്ഷ്യം. അങ്ങനെ ലീഗിന് 6 പദവികൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന സൂചന. സീനിയർ നേതാവ് എന്നുള്ള നിലയ്ക്ക് ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ട്. എന്തിനേറെ പറയുന്നു, മുഖ്യമന്ത്രി സ്ഥാനത്തിന് തന്നെ അവർ യോഗ്യതയുള്ളവരാണ്. പക്ഷേ ഒരു മുന്നണി സംവിധാനം എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് നയിക്കുന്നതിനാൽ കോൺഗ്രസിന്റെ അക്കാര്യത്തിൽ ഇടപെടുന്നില്ല. പക്ഷേ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഇത്തവണ ലീഗിന് വേണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കുകയാണ്. നേരത്തെ സതീശനുമായിട്ടുണ്ടാക്കിയ ഡീലിന്റെ അടിസ്ഥാനത്തിൽ അതുകൂടി നേടിയെടുക്കുകയാണ് ലക്ഷ്യം. ഇപ്പോൾ മീഡിയ വൺ ഉൾപ്പെടെയുള്ള ചാനലുകൾ പുറത്തുവിടുന്ന വാർത്തകൾ വെച്ചിട്ടാണെങ്കിൽ 5 പേരാണ് ലീഗിൽ നിന്ന് മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ പ്രഖ്യാപന പ്രകാരമാണെങ്കിൽ ധാരണ പ്രകാരം PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ, പാറക്കൽ അബ്ദുള്ള, VE അബ്ദുൽ ഗഫൂർ എന്നിവർ മന്ത്രിമാരാകും. KM ഷാജിയെ മന്ത്രിസഭയിൽ എടുക്കണ്ട എന്ന് ലീഗ് തീരുമാനിച്ചു. കാര്യം ഞമ്മക്കിട്ട് വലിയ പാര വെച്ചവനാണ്, അകത്ത് കയറ്റിയാൽ കൂടുതൽ പാര വരും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഷാജിയെ ഒഴിവാക്കിക്കൊണ്ട് PK ബഷീർ എന്ന കരുത്തനായ ലീഗിനെയാണ് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും മന്ത്രിസ്ഥാനം വീതം വെപ്പ് തുടങ്ങി ലീഗ് അവരുടെ കാര്യം സേഫ് ആക്കിയിട്ടുണ്ട്. മറിച്ചൊന്നും പറയാനോ തിരുത്താനോ എതിർത്ത് പറയാനോ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് നേതാക്കന്മാർ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എന്തായാലും മുൻകാലങ്ങളിൽ, അതായത് 2011 മുതൽ 16 വരെയാണ് ആദ്യമായി ലീഗ് 5ാം മന്ത്രിസ്ഥാനം പിടിച്ചെടുത്തത്. ആ 5ാം മന്ത്രിസ്ഥാനം എന്നുള്ളത് അവർ ഇനി അവരുടെ അവകാശമാക്കി മാറ്റി എന്നുള്ളത് ഇപ്പോഴത്തെ പുതിയ തീരുമാനത്തിലൂടെ പുറത്തേക്ക് വരികയാണ്. അതിന് മുന്നോടിയായിട്ടൊക്കെ 4 മന്ത്രിസ്ഥാനമാണ് നൽകിയിരുന്നത്. ലാസ്റ്റ് ടേണിലാണ് അത് മാറിയതിന് ശേഷം ഉപമുഖ്യമന്ത്രി സ്ഥാനം കൂടി ലീഗിന് കൊടുക്കുകയും ആ സ്ഥാനത്തേക്ക് കുഞ്ഞാപ്പയെ കൂടി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവർ പരിപൂർണ സംതൃപ്തരാകുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. നേരത്തെ VD സതീശനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഡീൽ ഉറപ്പിച്ച സന്ദർഭത്തിൽ ഇക്കാര്യങ്ങൾ ധാരണയായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വകുപ്പുകൾ സംബന്ധിച്ചുള്ള ചില ആശയപ്രശ്നങ്ങൾ മാറ്റി നിർത്തിയാൽ നേരത്തേതുപോലെ തന്നെ വിദ്യാഭ്യാസവും വ്യവസായവും PWD ഉൾപ്പെടെയുള്ള സുപ്രധാന വകുപ്പും മറ്റൊരു സുപ്രധാന വകുപ്പ് കൂടിയാണ് അവർ ആവശ്യപ്പെടുന്നത്. അത് തദ്ദേശമായിരിക്കുമോ റവന്യൂ ആയിരിക്കുമോ എന്നതിനെ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അവനവന്റെ കാര്യം നോക്കണമെങ്കിൽ ലീഗിനെ പോലെ നോക്കണം. കണ്ടില്ലേ, ഒരു ഒച്ചപ്പാടും ബഹളവും അനക്കവും പോലും ഇല്ലാതെ അവരുടെ കോട്ട അവർ പിടിച്ച പിടിയാലെ വാങ്ങിയെടുത്തു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ലീഗിന് ഈ മന്ത്രിസഭയിലെ സ്വാധീനമെന്ന് കൃത്യം ബോധ്യപ്പെടുന്നുണ്ട്.